എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 10 വർഷത്തിന് ശേഷം ചിരിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ പലരും ചോദിക്കുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ വരാം. അതിനു മുന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയാകണം. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ മറ്റേ രായാവായിട്ടിരുന്നും കൊണ്ട് ഞാൻ രായാവാണ്, ഈ ഏരിയയിൽ ഞാൻ വരുമ്പോൾ ആരും വരാൻ പാടില്ല, എല്ലാവരും അടിച്ചോട്ടിക്കുന്ന ആ ഒരു പരിപാടി, അത് ശരിയല്ല. എന്തായാലും വി.ഡി. സതീശൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ നിങ്ങൾ? ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നിങ്ങൾ കൊടുക്കണം. കാരണം വി.ഡി. സതീശൻ സാറിനെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു? ഇതിപ്പോ 1000 പേരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിൽ എത്ര പേര് വി.ഡി. സതീശൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെന്നങ്ങ് കരുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒരു വീഡിയോ കൊടുക്കാം. അതായത് നമ്മുടെ മമ്മൂട്ടി സാറുമായിട്ട് നിന്നും കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഇതാണ്. പൊന്നാട മമ്മൂട്ടി ആണെങ്കിൽ നമ്മുടെ വി.ഡി. സതീശൻ സാറിനെ അണിയിക്കുന്ന ഒരു ചടങ്ങാണ്. കാണാം. എന്തായാലും കൊള്ളാം, നല്ലൊരു വീഡിയോ ആണ്. നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്ക നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പൊന്നാട അണിയിക്കുന്ന ഒരു ചടങ്ങാണ്. നിങ്ങൾ കണ്ട നല്ല വീഡിയോ. സന്തോഷം. കാണുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ചിരിച്ചുകൊണ്ടുള്ള നിൽപ്പ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. കാരണം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയ സന്തോഷത്തിലാണല്ലോ മലയാളികൾ. ചിരിച്ചുകൊണ്ട് അറക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. അങ്ങോട്ട് പോകെ നോക്കാം മുഖ്യമന്ത്രി നമ്മുടെ നാടിനെ നന്മകനായി പൊന്മകനായി മുത്താമനായി ഒക്കെ മാറുമോ, അതോ ജനങ്ങളെ കുഴിച്ചാടിക്കുമോ എന്നൊക്കെ നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭരണത്തെക്കാൾ എന്തുകൊണ്ടും കേമമായിരിക്കും ഇപ്രാവശ്യത്തെ മുഖ്യമന്ത്രിയുടെ ഭരണം എന്ന് എനിക്ക് തോന്നുന്നു. അതിനും കുറച്ച് സാധ്യതകളുണ്ട്. നമ്മുടെ MLA ആയിട്ടുള്ള അനിൽകുമാറിന്റെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ അമ്പലത്തിൽ മുഖ്യമന്ത്രി പോയ സമയത്തുള്ള ആ ഒരു വീഡിയോ തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എന്തായാലും വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം. എന്തായാലും ഈ സൈഡിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് കൊമ്പന്മാരൊന്നുമല്ല, സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങളാണ്. എന്തായാലും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ അടുത്താണ് ഇതുപോലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക ആർക്കെങ്കിലും പറ്റത്തില്ല. പക്ഷെ ഇത് ആള് വേറെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് നാട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അത് നല്ല ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതേ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതേ സ്ഥാനത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് വന്നതെങ്കിൽ ഒരു 400 ബൗൺസേഴ്സ് 500 ഇന്നോവ കാറ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ആ ഏരിയയിൽ അന്നേ ദിവസം അമ്പലത്തിൽ വേറെ ആരും കയറ്റത്തില്ല. ആ സെറ്റപ്പിലൊക്കെ ആയാൽ സത്യം ഉള്ള കാര്യമാണ് പറയുന്നത്. ആ ഒരു സെറ്റപ്പിലാക്കിയിട്ട് ബാക്കി നാട്ടുകാരെ മൊത്തം അടിച്ചോട്ടിച്ചിട്ട് അവിടെ മൊത്തം അലർട്ടാക്കിയിട്ട് വേറെ സെറ്റപ്പിലൊക്കെ ആയിരിക്കുമായിരുന്നു. എന്തായാലും സാധാരണക്കാരെ പോലെ തന്നെ അധികം ബൗൺസേഴ്സോ അങ്ങനെയൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയല്ലടാ അതിൻ്റെ ഒരു സെറ്റപ്പിൽ കുറച്ച് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് സാധാരണക്കാരനെ പോലെ പോകുന്ന ഒരു മുഖ്യമന്ത്രി. അല്ലാണ്ട് വരുന്നവന്മാരെല്ലാം ഇടിച്ചെടുത്ത് ചവിട്ടിയെടുത്ത് എറിഞ്ഞിട്ട് ഞാൻ താണ്ട രാജാവെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. രാജാവിൻ്റെ കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റീൽ കസേരയിൽ ഇരിക്കുന്ന ഓൾഡ് മുഖ്യമന്ത്രി കണ്ടപ്പോൾ വിഷമമൊന്നുമില്ല, ഒരു സന്തോഷം, ഒരു ചിരി വന്നെനിക്ക്. എന്തായാലും വേറൊരു വീഡിയോ കൊടുക്കാം. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് നിർത്തുന്നു, പിഷാരടി ചേർത്ത് നിർത്തുന്നു. രാഹുൽ മാങ്കൂട്ടം
സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത സമയത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ട അല്ലല്ലോ, പിഷാരടി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് രാഹുൽ മാങ്കൂട്ട അന്ന് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു കല്യാണം അത് MLA അനിൽകുമാറിന്റെ മകന്റെ കല്യാണത്തിന് ഈ പറയുന്ന പിഷാരടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും രാഹുൽ മാങ്കൂട്ടം മുൻ MLA രാഹുൽ മാങ്കൂട്ടം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും പാർട്ടി ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാം. പിന്നെ വന്നത് ആരോപണങ്ങളായതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പുറത്താക്കി നിർത്തേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ട് അവരുടെ ആ ഒരു ലൈഫിൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. പിഷാരടി അതുപോലെ ഈ പറയുന്ന അനിൽകുമാറിന്റെ മകന്റെ ഒരു കല്യാണത്തിന് ചടങ്ങിൽ നിൽക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെയും വരുന്നു, സംസാരിക്കുന്ന ഒരു ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു രംഗം കൂടി നമുക്കൊന്ന് കാണാം. കണ്ട, രാഹുൽ മാങ്കൂട്ടത്തിനെയും ചേർത്ത് നിർത്തുന്നുണ്ട്. സത്യം പറയാലോ അവസ്ഥയാണ് കേട്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്. ആ പെണ്ണുങ്ങൾ ഒരെണ്ണത്തിന് വെറുതെ വിടല്ലേ. കണ്ട, പിഷാരടി രാഹുൽ മാങ്കൂട്ടം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അറിയാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവളെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഒരു രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ സ്വന്തം ഭർത്താവ് ഉണ്ടായിരുന്നിട്ട് ആ ഭർത്താവിനെ വരെ തേച്ചൊട്ടിച്ചും കൊണ്ട് രാഹുലിന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റല്ല, ഈ പറയുന്ന പോലെ പരസ്പര ഇഷ്ടത്തോടെ കൺസെന്റോട് കൂടി ചെയ്തിട്ട് പിന്നെ അത് വന്നിട്ട് അത് മറ്റേ തന്തയില്ലാത്ത പരിപാടിയാണ്. എനിക്ക് ആ പരിപാടിയെ കുറിച്ച് കേൾക്കുമ്പോഴേ ദേഷ്യം വരും. ഇനി നമ്മുടെ ചെന്നിത്തല അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടം കേസും സ്ത്രീകളുടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മുന്നേ പറഞ്ഞതാണ്, കേട്ടുനോക്ക്. ഗവൺമെന്റിന്റെ സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമത്തെയും ശക്തമായി നേരിടും. അതിനകത്ത് ആര് എന്ത് എന്നുള്ള പ്രശ്നമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഈ ഗവൺമെന്റും പോലീസും ഉറപ്പുവരുത്തും. നല്ലൊരു സംഭവം തന്നെയാണ്. കാരണം സ്ത്രീകളുടെ സുരക്ഷിതത്വം മെയിൻ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറെ നിയമവശത്തിലെ കുറെ ലൂപ്പ് ഹോളും അതുപോലെ കുറെ പ്രിവിലേജും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവളുമാരാണ് ഞാൻ പറയത്തില്ല, കുറെ അവളുമാര് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ആണിന് നേരെ അടിക്കാനുള്ള ഒരു ആയുധമാക്കി പല സ്ത്രീകളും ഇതൊരു പ്രിവിലേജ് ആക്കി ഏറ്റെടുക്കുന്നുണ്ട്, ഒരു ആണിനെ തകർക്കാനും ഒരു ആണിന്റെ ജീവിതം തുലയ്ക്കാനും വേണ്ടിയിട്ട്. അത് ഞാൻ ബിഗ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളും ആയിട്ട് ഇവളുമാര് വന്നിട്ട് ഇവളുമാരുടെ ഐഡന്റിറ്റി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏത് കേസിലായിട്ടുള്ള ഇപ്പൊ റിനിയുടെ കേസല്ല ഞാൻ പറഞ്ഞു, അല്ലാണ്ട് ഒരുപാട് മറ്റാളുമാര് ആരോപണമായിട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മുഞ്ചിക്കാൻ നോക്കിയില്ലേ, ഇവളുമാരുടെ ഐഡന്റിറ്റി ഇതുവരെ പുറത്തു വന്നിട്ടില്ല, പുറത്ത് വരത്തില്ല. വന്നു കഴിഞ്ഞാൽ വരുത്തുന്നതിനെതിരെ കേസ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് പോലും തെളിയാണ്ട് രാഹുലിന്റെ ഐഡന്റിറ്റി ഫുൾ എക്സ്പോസ് ആക്കി. ഇത് ഓരോ ആണുങ്ങളും അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട് തന്നെയാണ്. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും അറിയത്തില്ല. നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ പോലും നമ്മുടെ ഫുൾ ഐഡന്റിറ്റി വെച്ചിട്ട് എടുത്തു വെച്ച് ആഘോഷിക്കുന്ന മീഡിയയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടായാലും ഇടയ്ക്ക് ഷിയാസ് കരീമിന്റെ കേസായാലും ഒരു പരാതിയാണ് ഷിയാസ് കരീമിന്റെ കേസിൽ ആദ്യം പോകുന്നത്. ഒരു പരാതി പോയപ്പോൾ തന്നെ മെയിൻ സ്ട്രീം ചാനൽ അടക്കം ആഘോഷിക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം എല്ലാവരും വീഡിയോ ചെയ്തില്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു സ്ത്രീ ആണെങ്കിൽ അവളുടെ ഐഡന്റിറ്റി പോലും വരത്തില്ല. ഇനി അവൾ കള്ളിയാണെന്ന് തെളിഞ്ഞാൽ കൂടി അവളുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അന്ന് നിവിൻ പോളിയുടെ കേസിൽ നിവിൻ പോളിക്കെതിരെ ഒരുത്തി കള്ള വ്യാജ ആരോപണമായിട്ട് വന്ന് അവള് ആരോപണം ഉന്നയിച്ച് നിവിൻ പോളി വന്ന് പൊളിച്ചടിക്ക് അണ്ണാക്കി അടിച്ച് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവളുടെ ഐഡന്റിറ്റി പുറത്തു വിട്ട് കഴിഞ്ഞാൽ പുറത്ത് വിടുന്നവരുടെ നേരെ കേസെടുക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അവൾ അതിജീവിതയാണ്. ആര് വ്യാജ പരാതി കൊടുത്താലും ജെന്യൂൻ പരാതി കൊടുത്തു കഴിഞ്ഞാലും സ്ത്രീ എപ്പോഴും അതിജീവിതയാണ്. എന്നാൽ പുരുഷന്മാർ മലിഞ്ഞു കിടക്കുകയാണ്. അതാണ് അവസ്ഥ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തന്നെ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ആലോചിച്ചാൽ മതി. രാഹുലിനെതിരെ കേസ് കൊടുത്തവളുമാർ എല്ലാം സേഫാ, പക്ഷെ രാഹുൽ മൂഞ്ചി. അവളുമാർ വ്യാജ പരാതി കൊടുത്തു. ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ സുഖത്തോടെ അനുഭവിച്ച കാര്യങ്ങളെല്ലാം പിന്നെ അവളുമാർ വന്നിട്ട് അവനെതിരെ അടിക്കാനുള്ള ആയുധമാക്കി മാറ്റി. അവിടെയാണ് സ്ത്രീകളുടെ ആ ഒരു ക്രൂക്കട്ട് മൈൻഡ് പുറത്തു വരുന്നത്. ഇത്തരം പ്രിവിലേജുകൾ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ആണുങ്ങളുടെ ലൈഫാണ് സ്പോയിലാക്കുന്നത്. സ്ത്രീകൾക്ക് പ്രിവിലേജ് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതുപോലെ ആണുങ്ങൾക്കും ഓരോ പ്രിവിലേജ് വേണം. അതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഐഡന്റിറ്റിക്കും നാണവും മാനത്തിനും വിലയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പൊ ചെയ്യാത്തൊരു കുറ്റത്തിന് ഒരു ആണിനെ വലിച്ചു കയറി പൊതുസമൂഹം ഒട്ടിക്കുമ്പോൾ നാളെ അവൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞാൽ കൂടി നമ്മൾ ഒരു സമയത്ത് വലിച്ചു കയറി പൊതുസമൂഹത്തിൽ ഒട്ടിച്ചു. ഇനി നാളെ നമ്മൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞത് എല്ലാവരും അറിയണമെന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പുരുഷന്റെ
നാണത്തിനും മാനത്തിനും ഇവിടെ വിലയുണ്ട്, വില വേണം, നമ്മൾക്കും വേണം പ്രിവിലേജ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ റെനി ആൻഡ് ജോർജിൻ്റെ അതായത് അറിയല്ല, റെനി കാണിച്ചിരുന്ന ഇതാണ് ആള്, കണ്ടല്ലോ. എല്ലാ പ്രമുഖ മന്ത്രിമാരോടെയും പാർട്ടിക്കാരന്മാരൊക്കെ കൂടെ ഉണ്ട്. ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സാർ, വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് സാർ, സിനിമാ സാംസ്കാരിക മന്ത്രി വിഷ്ണു ഏട്ടൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ഏട്ടൻ, പ്രിയപ്പെട്ട മന്ത്രിമാർക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നാളെ ഈ മന്ത്രിമാരുടെ അവസ്ഥ എനിക്ക് അറിയത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടതാണല്ലോ. നാളെ ഈ മന്ത്രിമാരുടെ അവസ്ഥ എന്താകും ഏതാകുമെന്ന് ഒരു പിടിയില്ല. കണ്ടല്ലോ, മന്ത്രിമാരെ ഇവളെ നോക്കി വെച്ചോ. നാളെ എന്താണ് ഇവൾ പുറത്തുവിടാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. എന്തായാലും റിനി ആൻഡ് ജോർജ്, നീ ഒരു സകല കലാ വല്ലഭി തന്നെയാണ്. നെക്സ്റ്റ് സരിതയാവാൻ പറ്റിയ ഏറ്റവും വലിയ അതാണ് നിനക്കുള്ളത്. നീ മിക്കവാറും കുറേ എണ്ണത്തിൻ്റെ ജീവിതം തലയ്ക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ തീർത്ത് അടുത്ത് ഈ അണ്ണന്മാരായിരിക്കും അടുത്ത് മൂഞ്ചാൻ പോകുന്നത്. നോക്കി വെച്ചോ. ഈ പോസ്റ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട. അത് വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഒരു ന്യൂസ് ക്ലിപ്പ് കൊടുക്കാം കേട്ടോ. രാഹുൽ കേസ് അതിജീവിതയെ ആക്ഷേപിച്ചെന്ന കേസിലെ പ്രതി അഭിഭാഷക ദീപ ജോസഫിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. അഭിഭാഷക പ്രയോഗിച്ച വാക്കുകൾ ഞെട്ടലുണ്ടാക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ്. നിങ്ങൾ ഒരു വനിതാ അഭിഭാഷകയല്ലേ എന്നും ബലാത്സംഗ കേസ് പ്രതിയുടെ പബ്ലിക് അഡ്വക്കേറ്റ് ആണോ നിങ്ങളെന്നും കോടതി ചോദിച്ചു. ദീപയുടെ ഹർജി തള്ളിയ കോടതി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. വിശദാംശങ്ങൾ ജിതിൻ ചന്ദ്രൻ നൽകും. ജിതിൻ, എന്തൊക്കെ വിമർശനങ്ങളാണ് കോടതി ഉന്നയിച്ചത്? ബിജു, അതിരൂക്ഷമായ വിമർശനം, തുടർച്ചയായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൽ നിന്ന് ദീപ ജോസഫിന് നേരിടേണ്ടി വന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം കേസിലെ ആദ്യ അതിജീവിതയെ ഫേസ്ബുക്കിലൂടെ അടക്കം അധിക്ഷേപിച്ചു എന്ന കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദീപ ജോസഫ് ഹർജി നൽകിയിരുന്നത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതി ചോദിച്ചത് ഇതുപോലുള്ള ഭാഷയാണോ നിങ്ങൾ പ്രയോഗിക്കുന്നത് എന്നതാണ്. ഒരു അഭിഭാഷകയല്ലേ നിങ്ങൾ, ഇത്തരം ഭാഷയാണോ ഉപയോഗിക്കുന്നത്, അതൊരു അഭിഭാഷകയ്ക്ക് യോജിച്ച ഭാഷയാണോ എന്നാണ് സുപ്രീം കോടതി ആദ്യം തന്നെ ചോദിച്ചത്. എന്നാൽ താൻ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയോ അധിക്ഷേപകരമായി ഒന്നും തന്നെ പറയുകയോ ചെയ്തിട്ടില്ല എന്നതായിരുന്നു ദീപ ജോസഫിന്റെ മറുപടി. എങ്കിലും ചീഫ് ജസ്റ്റിസ് രൂക്ഷമായ വിമർശനം വീണ്ടും തുടരുകയായിരുന്നു. ഈ അഭിഭാഷക ഉപയോഗിച്ച ഈ വാക്കുകൾ കേട്ടപ്പോൾ തനിക്ക് ഞെട്ടലുണ്ടായി, ഈ വാക്കുകൾ വായിച്ചപ്പോൾ ഞെട്ടൽ തോന്നി എന്നതാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഹർജിയിൽ ഇടപെടാനില്ല, കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ എളുപ്പമാണ്, എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചില്ല? രാജ്യത്ത് തന്നെ ആദ്യം ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയ ആധുനിക കോടതികളിലൊന്നാണ് കേരള ഹൈക്കോടതി. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കാമല്ലോ എന്നെല്ലാം തന്നെ ഇന്ന് ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ പങ്കുവച്ചത് എന്നതായിരുന്നു ദീപ ജോസഫ് ആ സമയത്ത് നൽകിയ ഒരു മറുപടി. ആ അതിജീവിതയുടെ ഭർത്താവ് തങ്ങളോട് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഇല്ലേ, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയ. അതിജീവിതയുടെ അതിജീവിതയ്ക്ക് ഭർത്താവ് ഉണ്ടായിരുന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിജീവിത എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എങ്ങനെയാണ് അതിജീവിത ആയത്? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സ്ത്രീകളെ അപമാനിക്കരുത്, സ്ത്രീകളെ വലിച്ചുകീറി ഒട്ടിക്കരുത്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ അഡ്വക്കേറ്റിന്റെ പിരി പൊട്ടിയിട്ടായിരിക്കും അവർ അമ്മാതിരി വിളിച്ച് പറഞ്ഞത്. കാരണം ഭർത്താവ് ഉണ്ടായിരുന്ന ഒരുത്തി വേറൊരു ആണിൻ്റെ കൂടെ പോയിട്ട് അവൻ്റെ കൂടെ അവളുടെ ഡിപ്രഷൻ, അവളുടെ സങ്കടമൊക്കെ പറഞ്ഞ് ഓക്കെ കേട്ടിരുന്നു. അതിനുശേഷം റൂമുകൾ എടുത്ത് പരിപാടികൾ ചെയ്ത് അബോർഷൻ അത് ഇത് എല്ലാം ചെയ്ത്. അപ്പോൾ ഇതെല്ലാം കൺസെൻറ്റോട് കൂടിയല്ലേ ചെയ്തത്. പിന്നെ ഒരു സമയം കഴിഞ്ഞിട്ട് ഇതെല്ലാം വന്ന് വീടിനായി മാറുന്ന എങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കൺസെൻറ്റോട് കൂടി ചെയ്ത കാര്യങ്ങൾ പിന്നെ എങ്ങനെ പീഡനമായി മാറുന്നു? ഇറ്റ്സ് മൈ ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? നാളെ എൻ്റെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആയിരിക്കും. ഞാനിപ്പോൾ ഉള്ള കാര്യം സമ്മതിക്കും. ശരിയാണ്, പറഞ്ഞ് ശരിയാണ്. കാരണം എനിക്കറിയാം, ഞാൻ തന്തയ്ക്ക് ഉറക്കാത്ത സുഖം കാണിക്കത്തില്ല. ഞാൻ ഒരു പെൺകുട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാതെ ഞാൻ തൊടത്തില്ല. ആ ചങ്കുറപ്പും എനിക്കുണ്ട്. മനസ്സിലായ? ആണുങ്ങളുടെ ലൈഫിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കാണ് ഒരു പെണ്ണ് കേസ്. അതിപ്പം വ്യാജമായിക്കോട്ടെ ഉള്ളതായിക്കോട്ടെ. ഇതുപോലെ ഓരോരുത്തർ ഒരു സമയത്ത് പരസ്പരം ഇഷ്ടത്തോടെ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ആരോപണം അടിക്കുമ്പോൾ അവൻ്റെ ലൈഫാണ് സ്പോയിൽ ആവുന്നത്. അവളുമാരെ എക്സ്പോസ് പോലും ആവത്തില്ല. അവളുമാരെ എക്സ്പോസ് ആക്കുന്നവനെതിരെ കേസ്. അതാണ് ഇവിടുത്തെ വകുപ്പ്. വല്ലാത്ത വകുപ്പുകളാണ്. ആ വകുപ്പുകൾ മാറണം. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ആണുങ്ങൾക്കും വേണം ഇവിടെ പ്രൈവസി. നമുക്കെന്താണ് ജീവിതമില്ല? നമ്മളെ തവിട് കൊടുത്ത് പുണ്ണാക്ക് കൊടുത്ത് വാങ്ങിച്ചതാണ്. മാങ്കൂട്ടത്തിന്റെ കേസ് തന്നെ എടുക്കുക. മാങ്കൂട്ടത്തിന്റെ കരിയർ തൊലഞ്ഞ് MLA ആയിരുന്നു, അടുത്ത് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പാർട്ടിയെ കുറ്റം പറയത്തില്ല. പാർട്ടി എങ്ങനെ മത്സരിപ്പിക്കാൻ നിർത്തും? കാരണം ഇത്രയും പെണ്ണ് കേസ്, ഇത്രയും ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് പാർട്ടിക്ക് അത് ചീത്തപ്പേരായി മാറും. അങ്ങനെ പാർട്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ പാർട്ടിക്കാർ ഇപ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ട്. അവർക്കറിയാം കൺസെൻറ്റോട് കൂടി ചെയ്ത പരിപാടികളൊക്കെയാണ്, അല്ലാതെ തന്തയില്ലായ്മ അല്ല രാഹുൽ മാങ്കൂട്ടം കാണിച്ചിട്ടുള്ളത് എന്ന് അവർക്കറിയാം.
അതുകൊണ്ടാണ് അവർ ചേർത്ത് നിർത്തുന്നത്. മനസ്സിലായോ? നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പരസ്യമാക്കിയത് അതൊരു പ്രൊഫഷണൽ സമീപനമാണോ എന്നും കോടതി ആ സമയത്ത് ചോദിക്കുകയുണ്ടായി. ഈ കേസിലെ പ്രതിയുടെ ഒരു അഭിഭാഷക അല്ലെങ്കിൽ ഒരു പബ്ലിക് അഡ്വക്കേറ്റ് എന്നുള്ള പോലെയാണ് നിങ്ങൾ പെരുമാറിയത്. ഒരു പുരുഷനായാണ് ഈ വാക്കുകൾ, ഈ പരാമർശങ്ങൾ നടത്തിയിരുന്നത് എങ്കിൽ തങ്ങൾ അറസ്റ്റ് ചെയ്യുമായിരുന്നു. സ്ത്രീ എന്ന പരിഗണന നൽകിക്കൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്ന മുന്നറിയിപ്പും സുപ്രീം കോടതി ഇന്ന് നൽകുകയുണ്ടായി. അങ്ങനെ ഞാനൊരു കാര്യം പറയാം, അതാണ് ഇവിടുത്തെ അവസ്ഥ. പുരുഷന്മാർക്ക് ഇവിടെ വാ തുറക്കാനുള്ള റൈറ്റ്സ് പോലുമില്ല. സ്ത്രീകളെങ്കിലും പ്രതികരിക്കുക. നിങ്ങൾക്കുമില്ലേ വീട്ടില് ഭർത്താവും മകനും അച്ഛനും ഒക്കെ, അവർക്കാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കത്തില്ലേ? നിങ്ങൾ സ്ത്രീകൾ പ്രതികരിക്കണം. ഇതുപോലുള്ള സിറ്റുവേഷനിൽ നല്ല തന്തയ്ക്ക് പറഞ്ഞ സ്ത്രീകൾ, നല്ല തള്ളയ്ക്ക് പറഞ്ഞ സ്ത്രീകളും പ്രതികരിക്കണം. മനസ്സിലായ? പ്രതികരിക്കണം. നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട്, നമുക്കില്ല. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്താ അടുത്ത രാഹുൽ മാങ്കൂട്ടായി മാറും. ഇതാണ് അവസ്ഥ. കേസ് പരിഗണിച്ച വേളയിൽ ഉടനീളം തുടർച്ചയായ രൂക്ഷമായ വിമർശനങ്ങളാണ് ദീപ ജോസഫിന് നേരിടേണ്ടി വന്നത്. ദീപ ജോസഫ് നേരിട്ട് കോടതിയിൽ ഹാജരാവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ കേസിൽ അതിജീവിത ഒരു തടസ്സ ഹർജിയും നേരത്തെ നൽകിയിരുന്നു. അതും കോടതിക്ക് മുന്നിലുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ദീപ ജോസഫ് ബിഗ് സല്യൂട്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ശിക്ഷിക്കപ്പെടണം. അല്ലാത്ത പക്ഷം ഈ തെറ്റിലോട്ട് വലിച്ചിട്ട് ഒരുത്തൻ്റെ ജീവിതം തൊലച്ചവളുമാർ ശിക്ഷിക്കപ്പെടണം. സ്ത്രീ എന്ന പരിഗണന കൊടുക്കണം. പക്ഷെ അത് ഈ മറ്റേ വാഞ്ഞ കേസുകളല്ല കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സ്ത്രീ എന്ന പരിഗണന കൊടുത്ത് കുറേവളന്മാർ നശിപ്പിക്കുന്ന ഓരോ ആണുങ്ങളുടെ ജീവിതം കഷ്ടം. ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു നിയമം കൊണ്ടാണ്. ഒരു പുരുഷനെതിരെ ഒരു ആരോപണം വരികയോ ഒരു കേസ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഐഡന്റിറ്റിയും പുറത്ത് വരാത്ത രീതിയിലുള്ള നിയമം കൊണ്ടുപോകാം. ഈ സ്ത്രീകൾക്കുള്ള അതേപോലത്തെ സംഭവം പുരുഷന്മാർക്കും കൊണ്ടുവരണം. അല്ലാതെ മീഡിയക്ക് ആഘോഷിക്കാനുള്ളൊരു തുറുപ്പ് ചീട്ടാക്കി മാറ്റരുത്. അപ്പം ചോദിക്കും, നീ ഈ പുരുഷന്മാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ല എന്ന്. മീഡിയക്കാർ മൊത്തം വെളിപ്പെടുത്തിയ കേസിൽ ആ പുരുഷന് സപ്പോർട്ട് ചെയ്യാനേ എങ്കിലും ഞാൻ വേണ്ടേ? എന്നാലും നാട്ടുകാർ മൊത്തം അറിഞ്ഞ കേസ്. അപ്പോൾ ആ പുരുഷൻ എടുത്തു വെച്ച് അവന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? കൺസെൻറ്റോടുകൂടി ചെയ്തിട്ടുള്ള പരിപാടിക്ക് പിന്നെ വന്നിട്ട് വീണ്ടും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യത്തില്ല, ഒരു തരത്തിലും. അല്ലാത്ത കേസാണെങ്കിൽ പുരുഷനെ വലിച്ച് പൊളന്നെ അടിച്ച് പഞ്ചാറാക്കി തൂക്കിയെടുത്തിട്ട് ആ രീതി തന്നെ സംസാരിക്കും. ഓക്കെ, വേറൊരു ക്ലിപ്പ് കാണിക്കാം. സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് നൽകി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിത മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ദീപ ജോസഫ് വ്യക്തിഹത്യ നടത്തുന്നു. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്. എന്നാൽ താൻ പൊതുസമൂഹത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുവെന്നും കത്തിൽ അതിജീവിത പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ അതിജീവിതയാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കത്ത് നൽകിയത്. വൈകാരിക പരാമർശങ്ങളോടെയാണ് കത്ത്. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട്. എന്നാൽ താൻ പൊതുസമൂഹത്തിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നുവെന്നും അതിജീവിത കത്തിൽ പറയുന്നു. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ദീപ ജോസഫ് തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളാണ് നടത്തുന്നത്. ട്രോമയിൽ നിന്നും പുറത്തുകടക്കാൻ ശ്രമിക്കുന്ന തന്നെ ദീപ ജോസഫ് നിരന്തരം വേട്ടയാടുന്നുവെന്നും കത്തിൽ അതിജീവിത ചൂണ്ടിക്കാട്ടുന്നു. ദീപ ജോസഫ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് നടത്തിയ പരാമർശങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. അതിജീവിത നൽകിയ പരാതിയിൽ ദീപ ജോസഫിനെതിരെ എടുത്ത FIR റദ്ദാക്കണമെന്ന ആവശ്യം കടുത്ത വിമർശനങ്ങളോടെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഓക്കെ, ആവട്ടെ. ദീപ ജോസഫ് ചെയ്തിട്ടുള്ള തെറ്റാണെങ്കിൽ അവർ ശിക്ഷിക്കണം. പക്ഷെ അവർ ചെയ്തിട്ടുള്ളത് തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. അവർ പേര് പറഞ്ഞിട്ടില്ല, ഐഡന്റിറ്റി പറഞ്ഞിട്ടില്ല, പിന്നെ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്ന് ആലോചിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ. മനസ്സിലായ? അതൊരു മനുഷ്യനാണ്. അതിജീവിത മനുഷ്യ സ്ത്രീയാണെങ്കിൽ മനുഷ്യ പുരുഷൻ. മനസ്സിലായ? അത്രയും എങ്കിലും ഒന്ന് ചിന്തിക്കണം. ജസ്റ്റ് ഒരു പരിഗണന കൊടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടവും ഈ MLA അനിൽകുമാറിന്റെ മകന്റെ കല്യാണത്തിന് വന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് കൊടുക്കാം. ആൾക്കാർ ഇപ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം, കണ്ടപ്പോൾ സന്തോഷം തോന്നി വീഡിയോ. ജനങ്ങൾക്കറിയാം, ജനങ്ങള് ഒരു തെറ്റ് ചെയ്തവന്റെ കൂടെ ഒരിക്കലും നിൽക്കാൻ ശ്രമിക്കത്തില്ല. ഇവിടെ ഇപ്പോ വ്യക്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് ജനങ്ങൾക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ. ഒരുത്തന്റെ ജീവിതം തൊലച്ചതാണെന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട, പെൺകുട്ടികളടക്കം കൊച്ചു കുട്ടികളടക്കം വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ല, തൊട്ടിട്ടില്ല. അത് തന്നെയാണ് ആ ഒരു ഉറപ്പ്.
അത് മാത്രം മതി. അല്ലാണ്ട് ഇനിയിപ്പോൾ കൂടുതൽ കടന്ന് മെഴുകേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ CM സാറ് കാണാം. കണ്ട, ഇതാണ് മക്കളെ CM. ഇതാണ് മക്കളെ CM. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന CM. ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ എത്രത്തോളം കാലമുണ്ട് അത്രത്തോളം കാലം നിങ്ങൾ CM ആയിരിക്കും. ഉള്ള കാര്യം ഞാൻ പറയാം. ഇനി കല്യാണത്തിന് നിൽക്കുന്ന കാണാം. കാണുന്ന ഇത് കേട്ടോ, നേരത്തെ അയ്യോ കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇത് കണ്ടിന്യൂ ആയി പോട്ടെ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു CM ആവട്ടെ. കടക്ക് പുറത്ത് എന്ന് പറയാൻ അറിയാത്ത നമ്മുടെ മുഖ്യമന്ത്രി അത് താങ്ങിക്കൊടുത്ത് കേട്ടാ. അയ്യോ മക്കളെ, ഇതാണ് മുഖ്യമന്ത്രി. ഇങ്ങനെ ആയിരിക്കണം മുഖ്യമന്ത്രി. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന മുഖ്യമന്ത്രി. നല്ല 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 വീഡിയോസാണ്, നല്ല വീഡിയോസ്. ഞാൻ കണ്ടപ്പോഴേ തന്നെ എനിക്കൊരു റൊമാൻറ്റിഫിക്കേഷൻ ഫീലാണ് തോന്നി. കാരണം ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടി, ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയെ കിട്ടി. അത് തന്നെ വലിയ സന്തോഷം. അല്ലാതെ ആട്ടും തുപ്പും കൊടുത്ത് തൊഴിയും കൊടുത്ത് അടിച്ചോട്ടിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ല നമ്മുടെ സതീശൻ സാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല കേട്ടോ. ഞാൻ കമ്മ്യൂണിസ്റ്റും ഇല്ല, കോൺഗ്രസും ഇല്ല, BJP ഇല്ല. ഞാൻ നല്ലത് കണ്ട നല്ലതെന്ന് പറയും, നാരത്തനം കണ്ട നാരത്തനം എന്ന് പറയും. ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ SFI എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. കമ്മ്യൂണിസ്റ്റിൽ മറ്റേ ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പിന്നെ കുറച്ച് ബോധം വെച്ചപ്പോൾ ഞാൻ വ്യക്തികളെ നോക്കാൻ തുടങ്ങി. പാർട്ടിയുടെ കൊടിയുടെ നിറമോ ഒന്നും ഞാൻ നോക്കത്തില്ല. വ്യക്തിയുടെ ക്വാളിറ്റി കണ്ടിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ അങ്ങനെ ആയി. പിന്നെ വോട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യാൻ തുടങ്ങി. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ കൊടിയുടെ നിറം കണ്ടല്ല. ഇവിടെ ഇപ്പം സതീശൻ സാറിനെ ഞാൻ ബഹുമാനിക്കുന്നു. ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനിക്കുന്നുണ്ട്. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇനിയും നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ ഭരിക്കുമെന്നത് ഒരു മാറ്റമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.